നമസ്കാരം. ഇന്ന് ഇടവം 1 പുതിയ മാസം ആരംഭിച്ചിരിക്കുകയാണ്. ഈ പുതിയ മാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ തൊടുകുറിയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. അതിനായി ഏവരും ചെയ്യേണ്ടത് തന്നിരിക്കുന്നതായ ഈ 2 നമ്പറുകളിൽ ഒരു നമ്പർ തിരഞ്ഞെടുക്കുക എന്നതാണ്. ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും ശ്രദ്ധിക്കേണ്ടതും സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലുള്ളതും എന്നാൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ നഷ്ടമായി പോകുന്ന ആ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം. അതിനായി ഏവരും ചെയ്യേണ്ടത് ഈ നമ്പറുകളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക. അതിൽ ആദ്യത്തെ നമ്പർ 444 ആണ്. രണ്ടാമത്തെ നമ്പർ 111 ആകുന്നു. ഈ 2 നമ്പറുകളിൽ ഒരു നമ്പർ നിങ്ങൾ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് വന്ദിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം. ഒരു നമ്പർ ഏവരും തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിന് മുന്നോടിയായി ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ആദ്യത്തെ നമ്പറായ 444 ആണ് തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് നടത്തിയെടുക്കുവാൻ സാധിക്കും എന്ന ചിന്ത, ബോധ്യം, വിശ്വാസം നിങ്ങൾക്ക് വന്നു ചേരാം. അത് നിങ്ങൾക്ക് അനുകൂലമായ ഫലം നൽകും. കാരണം ഇതുവരെ ചെയ്താൽ വിജയിക്കുമോ അല്ലെങ്കിൽ അത് ചെയ്യേണ്ടതുണ്ടോ, ഇത്തരത്തിൽ പലവിധ ചിന്തകളാൽ ആശയക്കുഴപ്പങ്ങൾ ഉള്ളവരാണ് നിങ്ങൾ. അത്തരം ചില കാര്യങ്ങൾ പ്രവർത്തിക്കുകയും അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്നു ചേരുകയും അത് അനുകൂലമായി തീരുകയും ചെയ്യാം. എന്നാൽ ഈ മാസം പ്രധാനമായും ചില പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം. അത് മറ്റുള്ളവരുടെ അസൂയയാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായി ഭവിക്കും. നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികൾ, നിങ്ങൾ ഉയരുന്നതായ സാഹചര്യങ്ങൾ വരുമ്പോൾ അത്തരത്തിൽ പല കാര്യങ്ങളാലും മറ്റുള്ളവർക്ക് അസൂയ തോന്നുകയും അത് നിങ്ങൾക്ക് ചെറിയ രീതിയിലാണ് എങ്കിലും ദോഷകരമായി ഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ശത്രുക്കൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ പല ശത്രുക്കളുമായി ബന്ധപ്പെട്ടും, അതായത് നിങ്ങളുടെ ജീവിതത്തിലുള്ള ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വന്നു ചേരേണ്ടതായ ദോഷകരമായ കാര്യങ്ങളെ ഒരു പരിധിവരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നിരുന്നാലും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് നീങ്ങണം. കുടുംബപരമായ പ്രശ്നങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഈ മാസം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കുക. സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും എങ്കിൽ പോലും സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആവശ്യങ്ങൾ നടന്നു കിട്ടുക, സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുക, ചെയ്യുന്നതായ പ്രവൃത്തികളിലൂടെ ഇത്തരം പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന മാസമായി തന്നെ മാറാം. ദുഃഖങ്ങൾ പുറമേ കാണിക്കാതെ പോകുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ തുടരേണ്ടതായ സാഹചര്യം ഈ മാസം നിങ്ങൾക്ക് വന്നു ചേരാം. ഈശ്വര വിശ്വാസമുള്ളവർ തന്നെയാണ് നിങ്ങൾ. ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന സമയമാണ് ഇത്. കാരണം പല കാര്യങ്ങളും നടക്കില്ല എന്ന് വിചാരിക്കുന്നതായ കാര്യങ്ങൾ മുറുകെ പിടിക്കുകയും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുകയും ചെയ്യാം. ഇത്തരത്തിൽ അനുകൂലമായ സാഹചര്യങ്ങൾ കൂടുതലായും ജീവിതത്തിലേക്ക് വന്നു ചേരാം. കാരണം പല കാര്യങ്ങളും നഷ്ടപ്പെടും എന്ന ചിന്ത പലരാലും നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതിൽ നിന്നും പുറത്ത് കടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സമയം തന്നെയാണ് ഇത്. ശുഭാപ്തി വിശ്വാസത്തോടെ പല കാര്യങ്ങളെയും സമീപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും തിരിച്ചടികൾ സംഭവിച്ചു എന്ന് വരാം. എന്നാൽ വീണിടത്തു നിന്നും എഴുന്നേൽക്കുവാൻ സാധിക്കുന്ന ഒരു മാസമായി തന്നെ ഇടവമാസം മാറാം. സ്വപ്നം കാണുന്നവർക്ക് പോലും വളരെയധികം ചിന്തിക്കാൻ സാധിക്കാത്തതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതാണ്. സ്വപ്നത്തിൽ കാണുവാൻ സാധിക്കാത്തതായ കാര്യങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ സംഭവിച്ചു എന്ന് വരാം. അത് അവസരങ്ങളായി നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതയും കൂടുതലാകുന്നു.
പല കാര്യങ്ങളിലും അടുക്കും ചിട്ടയും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൂടാതെ പോസിറ്റീവായ ഊർജം, പോസിറ്റീവായ ചിന്താഗതി വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനാൽ പല വ്യക്തികൾക്കും നിങ്ങളെ പെട്ടെന്ന് തകർക്കുവാൻ സാധിക്കണം എന്നില്ല. പലരും തോറ്റുപോകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. നിങ്ങളുടെ മുൻപിൽ അടിയറവ് പറയുന്നതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. കുറ്റപ്പെടുത്തിയ പല വ്യക്തികളും ജീവിതത്തിലുണ്ട്. എന്നാൽ കുറ്റപ്പെടുത്തിയതായ വ്യക്തികൾ പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പലരും പല കാരണങ്ങൾ കൊണ്ടും കുറ്റപ്പെടുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ആ കുറ്റപ്പെടുത്തിയവർ പോലും നിങ്ങളെ പ്രശംസിക്കുന്നതായ സാഹചര്യം, അവർ പല കാര്യങ്ങൾ കൊണ്ടും നിങ്ങളെ പ്രശംസിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത് അനുകൂലമായ കാര്യങ്ങളുമാകാം. എന്നാൽ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് ആലസ്യം അല്ലെങ്കിൽ പിന്നീട് ചെയ്യാം, അത്തരത്തിൽ ചില മനോഭാവം വന്നു ചേരാം. മടി വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. അത് നിങ്ങളെ ബാധിക്കാവുന്നതാണ്. അവസരങ്ങൾ നഷ്ടമാവുക, ഭാഗ്യം നഷ്ടമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പിന്നീടായിരുന്നു അത് മോശമായി പോയി, അല്ലെങ്കിൽ അത്തരത്തിൽ വേണ്ടായിരുന്നു എന്ന് ചിന്തിക്കുക. അതിനാൽ ഓരോ കാര്യവും ശരിയായ രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് പല വിധത്തിലും യാത്രകൾ ചെയ്യുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ചില വ്യക്തികളുടെ സഹായത്താൽ പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ചില മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുകയും ആ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചു എന്ന് വരാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം. അതിനാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ല എങ്കിൽ ഈ മാസം നിങ്ങൾക്ക് തിരിച്ചടികൾ വന്നു ചേരാം. എന്നാൽ അവസരങ്ങൾ കൃത്യമായി വിനിയോഗിച്ച് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ ഈ മാസം നിങ്ങൾക്ക് കൂടുതൽ ശോഭനമായി തീരും. രണ്ടാമത്തെ നമ്പറായ 111 ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അപ്രതീക്ഷിതമായ പല കാര്യങ്ങളും സംഭവിക്കും. പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുന്നതായ ചില കാര്യങ്ങളിലേക്ക് അനുകൂല ഫലം നൽകുവാൻ സാധിക്കും. അത് വിദ്യയുമായി ബന്ധപ്പെട്ടാകാം. കർമ്മരംഗത്ത് നിങ്ങൾക്കുണ്ടായിരിക്കുന്നതോ അല്ലെങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതായോ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളും മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിലുള്ള ആ പ്രശ്നങ്ങളിലേക്ക് ചില പരിഹാര കാര്യങ്ങൾ വന്നു ചേരാം. അത്തരം ചില നടപടികൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. അത് മറ്റു വ്യക്തികളുടെ ഇടപെടലാകാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള ഒത്തുതീർപ്പാകാം. അത്തരത്തിൽ സ്നേഹത്തോടെ തന്നെ മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ വന്നു ചേരുന്ന പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയായി മാറും. ധനം നിങ്ങൾക്ക് അനുകൂലമായി തീരാം. പ്രധാനമായും ധനപരമായ കാര്യങ്ങൾ പല കാര്യങ്ങളിലൂടെയും ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് സഹായമാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ ധനമാകാം. അത്തരത്തിൽ പല വഴികളിലൂടെയും അഥവാ പ്രതീക്ഷിക്കുന്നതായ ധനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യം പോലും ഉണ്ടായി എന്ന് വരാം. ആത്മാർത്ഥമായി പല കാര്യങ്ങളെയും ആഗ്രഹിച്ച് ആത്മാർത്ഥമായി ശ്രമിച്ച് മുന്നോട്ട് പോകുന്നതായ കാര്യങ്ങൾ പരാജയപ്പെടുവാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ ശത്രുക്കൾ വളരെയധികം ശ്രദ്ധ പുലർത്തുന്ന സമയമാണ്. അതിനാൽ അല്പം വെല്ലുവിളികൾ പല കാര്യങ്ങളിലും നേരിട്ടു എന്ന് വരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൃത്യമായ അവബോധം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതും അനിവാര്യമാകുന്നു. പല കാര്യങ്ങളിലും ഈശ്വരൻ പ്രാർത്ഥന കേട്ടിരിക്കുന്നതായ സമയമാണ്. അത് ഈ മാസം പല കാര്യങ്ങളിലും പ്രതിഫലിക്കും. കാരണം ഈശ്വരാധീനം നിങ്ങൾക്ക് വർദ്ധിച്ചിരിക്കുന്നതായ സമയമാണ്. അത് ക്രമേണ ഈ മാസം പല കാര്യങ്ങളിലും ബോധ്യപ്പെടും. അതിൻ്റെ അർത്ഥം ധനം ഒരുപാട് ലഭിക്കും എന്നല്ല. പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒഴിഞ്ഞു പോകുവാൻ സാധിക്കും. ലാഭം നേടുവാൻ സാധിക്കുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ അതിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. അത്തരത്തിൽ അനുകൂലമായ ചിന്താഗതികൾ, പോസിറ്റീവായ ചിന്താഗതികൾ വന്നു ചേരും. മറ്റുള്ളവരിൽ നിന്നും പ്രശംസ നേടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. പല കാര്യങ്ങളും നടക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നതായ ഒരു സമയം തന്നെയാണ് ഇത്. പുതിയ വ്യക്തികൾ ജീവിതത്തിലേക്ക് കടന്നു വരിക,
നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള വ്യക്തികൾ കടന്നു വരിക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന സമയം കൂടിയാണ് ഇത്. സൽപ്രവൃത്തികൾ നിങ്ങൾക്ക് പല കാര്യങ്ങളിലൂടെയും ചെയ്യുവാൻ സാധിക്കും. അഥവാ സൽപ്രവൃത്തികൾ ജീവിതത്തിൽ കടന്നു വരാവുന്നതായ സമയമാണ്. അത് നിങ്ങളുടെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്ന, കൂടുതൽ തിളക്കം നൽകുന്നതായ കാര്യമായി മാറും. കളങ്കമില്ലാത്ത മനസ്സാണ് നിങ്ങൾക്ക്. എന്നാൽ പലപ്പോഴും പലരും അത് മനസ്സിലാക്കാത്ത സാഹചര്യമുണ്ട്. കുറ്റപ്പെടുത്തലുകൾ, അവഗണന, തിരിച്ചടികൾ ജീവിതത്തിൽ സംഭവിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ ഈ മാസം ചില വ്യക്തികളെങ്കിലും നിങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം മനസ്സിലാക്കും. കളങ്കമില്ലാത്ത മനസ്സ് പലരും തിരിച്ചറിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പെട്ടെന്ന് സന്തോഷിക്കാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഓർമ്മയിൽ സൂക്ഷിക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. പെട്ടെന്ന് വിഷമിക്കുന്നതായ ചില കാര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. കാരണം ഏതൊരു കാര്യത്തെയും ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതായ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. അതിനാൽ ആ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ സമയം ചില ചിന്തകൾ നിങ്ങൾക്ക് നെഗറ്റീവായി തോന്നാം. അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തണം. എന്നാൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതായ സമയമായതിനാൽ തന്നെ അപകടകരമായ കാര്യങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കി അത് ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവർ പലപ്പോഴും അവഗണിക്കുന്നതായ സാഹചര്യമുണ്ട്. അത്തരം ചില സാഹചര്യങ്ങൾ ഈ സമയവും ഈ മാസവും നിങ്ങൾക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. മറ്റുള്ളവരാൽ മനസ്സ് വിഷമിച്ചു എന്ന് വരാം. എന്നാൽ അത് തന്നെ ചിന്തിച്ചിരിക്കാതെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. കാരണം ചില വ്യക്തികൾ നിങ്ങളെ തിരിച്ചറിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നിങ്ങൾക്ക് ഈശ്വരൻ നൽകിയതായ അവസരങ്ങളുണ്ട്. അത് ഈ സമയം ശരിയായ രീതിയിൽ വിനിയോഗിക്കേണ്ടത് അനിവാര്യവുമാണ്. അപവാദങ്ങൾ കേട്ടു എന്ന് വരാം. എന്നാൽ അത് പിന്നീട് സത്യാവസ്ഥ പലരും മനസ്സിലാക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതിനാൽ ഇത്തരം അവസരങ്ങളിൽ ഒരിക്കലും തളരുവാൻ പാടുള്ളതല്ല. ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. സഹായിച്ചവർ ഈ സമയം തിരികെ സഹായിക്കണം എന്നില്ല. പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്നും പെട്ടെന്ന് ഒരു സഹായം ലഭിക്കാത്തതായ സാഹചര്യം വന്നു ചേരാം. എന്നാൽ അതിൽ വിഷമിക്കേണ്ടതായിട്ടില്ല. കാരണം ആവശ്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് പോലും സഹായം ലഭിക്കാവുന്നതായ അല്ലെങ്കിൽ അപ്രതീക്ഷിത സഹായങ്ങൾ ലഭിച്ചു എന്ന് വരാം. ആരോ നിങ്ങളിൽ സഹായിക്കുന്ന പോലെ അല്ലെങ്കിൽ ആരോ നിങ്ങളെ വളരെയധികം അനുകൂലമായ ഫലം നൽകുന്നതിന് വേണ്ടി നിങ്ങളെ നേർവഴിയിൽ നടത്തുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. അത് ഇഷ്ടദേവതയുടെ അല്ലെങ്കിൽ കുടുംബദേവതയുടെ സാന്നിധ്യം തന്നെയാണ്. അത് മനസ്സിലാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ സമയം പ്രധാനമായും വന്നു ചേരുന്നതായ അവസരങ്ങൾ കൃത്യമായി വിനിയോഗിക്കേണ്ട സമയം കൂടിയാകുന്നു.